ഹായ് ഗൈസ്, എന്നെ കൊണ്ട് വെൽക്കം ടു അലമാര. 2025 ജനുവരി അഡ്മിഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ജനുവരി 31 ഏകദേശം ഡിസംബർ 11-12 തീയതികളിലൊക്കെ ഇഗ്നോയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മളതിനെക്കുറിച്ച് വീഡിയോ ഡിസംബർ 13 കൃത്യമായിട്ട് പോസ്റ്റും ചെയ്തതാണ്. ഇത്തവണ വളരെ പ്രത്യേകത ഉള്ള ഒരു അഡ്മിഷൻ സമയം എന്ന് പറഞ്ഞാൽ ഇത്തവണ കോമൺ പ്രോസ്പെക്ടസ്, അതായത് നിങ്ങൾക്കറിയാം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അഡ്മിഷൻ സമയത്ത് കോഴ്സിനെ പറ്റി കൃത്യമായ വിവരങ്ങൾ നൽകുന്ന പ്രോസ്പെക്ടസ്. ആ കോഴ്സിനെ പറ്റി നൽകുന്ന വിവരം അടങ്ങിയ പ്രോസ്പെക്ടസ് യൂണിവേഴ്സിറ്റി ഇതേവരെയായിട്ട് റിലീസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അലമാരയിൽ നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ സൈക്കിളിലും കോഴ്സസിനുണ്ടാകുന്ന ഫീസിൻ്റെ വ്യതിയാനം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. പക്ഷേ ആ ഒരു ഫീസിൻ്റെ വ്യതിയാനവും പുതിയ പ്രോഗ്രാം ഏതൊക്കെയാണെന്നുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസ്പെക്ടസോ യൂണിവേഴ്സിറ്റി ഇതേവരെ പുറത്തു വിട്ടിട്ടില്ല. ഇന്ന് അഡ്മിഷൻ എടുക്കേണ്ട തീയതികളിൽ നിന്നും ഏതാനും ആഴ്ചകൾക്ക് മാത്രം ബാക്കി നിൽക്കെ ഇന്ന് ജനുവരി 8 ഈ ഒരു പ്രോസ്പെക്ടസ് റിലീസായിട്ടില്ല. പ്രോസ്പെക്ടസ് റിലീസാകാത്തത് മൂലം ഒത്തിരിയധികം വിദ്യാർത്ഥികൾക്ക് ഡൗട്ടുകളുണ്ട്. നമ്മുടെ അഡ്മിഷൻ ടീം ഇവിടെയാണ് വളരെയധികം ഒരു ഹെൽപ്പ് സ്റ്റുഡൻസിന് വേണ്ടി ചെയ്യുന്നത്. വളരെ കോംപ്രിഹെൻസീവായിട്ട് അവർക്ക് അറിയേണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ഫീസ്, പ്രോഗ്രാം ഇൻഫർമേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ട് ചെയ്തുകൊണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഗ്രാം, അത് സെമസ്റ്റർ വൈസ്, ഇയർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാം ഡിവൈഡ് ചെയ്തിട്ടാണ് അവർക്ക് കൃത്യമായി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ജനുവരി 2025 അഡ്മിഷനിൽ അലമാര വഴി ചെയ്തിരിക്കുന്ന 125 അധികം വിദ്യാർത്ഥികൾക്ക് ഒരുവിധ ഡൗട്ടും ഇല്ലാതെ പ്രോസസ്സ് വളരെ സ്മൂത്തായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനായിട്ട് നമ്മൾ പിൻവർഷത്തെ പല പ്രോസ്പെക്ടസ് യൂസ് ചെയ്യുകയും കറൻ്റ്ലി അഡ്മിഷൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീസിൻ്റെ വ്യതിയാനം ഉൾപ്പെടെ ഉള്ളത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം പലപ്പോഴും നമുക്കിവിടെ കണ്ടുവരുന്നത് ഇപ്പോൾ MBA പ്രോഗ്രാമിൻ്റെ ഫീസ്, നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഫീസ് 15,500 ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് സെമസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ടത് 16,000 ആണ്. അത് രജിസ്ട്രേഷൻ ഫീസും ഡെവലപ്മെൻറ്റ് ഫീസും ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ പല പ്രോഗ്രാമിനും ഈ ഒരു ഫീസ് വ്യതിയാനം വരുന്നുണ്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. മാത്രമല്ല പഴയ ഫീസ് അപ്ഡേറ്റ് ആകാത്തത് കിടപ്പുണ്ട്. അപ്പം പുതിയ പല കോഴ്സുകളും ലോഞ്ച് ചെയ്തിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ പല സ്റ്റുഡൻസിനും അവരുടേതായ പല ഡൗട്ടുകളും ഇവിടെ ഉണ്ടാവും. ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്താണ് അഡ്മിഷൻ പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ജനുവരി 31 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ജനുവരി 31 പോവുക. ശ്രദ്ധിക്കേണ്ട കാര്യം, സെമസ്റ്റർ പ്രോഗ്രാമുകളായിട്ടുള്ള MBA, MCOM, BCA ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളുള്ള വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾ സെമസ്റ്ററിൽ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നും ഡെലിവറി ചെയ്യാനായിട്ട് ഉള്ള കാലതാമസം ഉണ്ടാകും. മാത്രമല്ല അഡ്മിഷൻ പ്രോസസ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൃത്യമായി പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ വളരെ വേഗത്തിൽ തന്നെ കിട്ടും. നമുക്ക് സ്റ്റുഡൻസിന് അഡ്മിഷൻ കൺഫേം ആകാനായിട്ട് വളരെ വലിയ താമസമൊന്നും ഉണ്ടാകുന്നില്ല. മോസ്റ്റ്ലി ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെ തന്നെ കുറേ ആളുകളുടെ കൺഫർമേഷൻ ആകുന്നുണ്ട്. ചിലവർക്ക് 10 ദിവസത്തിൽ കൂടുതലും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സും പിന്നെ ചില പല ഫാക്ടേഴ്സും ഇൻക്ലൂഡഡ് ആയിരിക്കും അത്. അപ്പോൾ അഡ്മിഷൻ കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കൺഫർമേഷനും അതിനുശേഷം നിങ്ങൾക്കുള്ള ബാക്കി ഡീറ്റെയിൽസും ഒക്കെ കിട്ടുന്നതായിരിക്കും. അഡ്മിഷൻ കൺഫേം ആയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. അതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്, കൃത്യമായ അപ്ഡേറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പും അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ. അതിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഡൗട്ടും ഒക്കെ ചോദിക്കാനും പറയാനും ഒക്കെ സാധിക്കുന്നതാണ്. സോ ഡു ചെക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ. അഡ്മിഷൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ എടുത്തവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. തീർച്ചയായിട്ടും നമ്മളെക്കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഡൗട്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യുന്നതായിരിക്കും.